السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله أما بعد. സഹോദരങ്ങളെ, ഖുർആനിൻ്റെ അകമ്പൊരുളിൽ മറ്റൊരു അധ്യായം 21-ാമത്തെ അധ്യായം അൽ അംബിയ, പ്രവാചകന്മാർ. ഈ അധ്യായത്തെക്കുറിച്ചാണ് ഇന്ന് നാം പറയുന്നത് ഇൻഷാ അല്ലാഹ്. 21-ാമത്തെ അധ്യായമാണ് ഇത്. 112 വചനങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. 4925 അക്ഷരങ്ങളാണ് ഈ അധ്യായം. 4925 അക്ഷരങ്ങൾ, 1169 വാക്കുകളാണ് ഈ അധ്യായത്തിലുള്ളത്. 1169 വാക്കുകൾ. ഇതിൽ 166 വാക്കുകൾ ആവർത്തിച്ചു വന്നതാണ്. അത് 653 തവണയുണ്ട്. 166 വാക്കുകൾ ആവർത്തിച്ചു വന്നത് 653 തവണയുണ്ട്. ആവർത്തിക്കാത്ത വാക്കുകൾ 516 516. അപ്പോൾ 516 പ്ലസ് 166, അത്രയും വാക്കുകൾ പഠിച്ചാൽ നമുക്ക് 112 വചനങ്ങളുള്ള ഈ സൂറ മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹ് എന്ന ലഫ്ദുൽ ജലാല 6 തവണ ഈ അധ്യായത്തിൽ വന്നിട്ടുണ്ട്. 322 മുതൽ 331 വരെയുള്ള പേജുകളിലാണ് സാധാരണ ഖുർആനിൽ നമുക്കിത് കാണാൻ കഴിയുന്നത്. 322 മുതൽ 331 വരെയുള്ള പേജുകൾ. 17-ാമത്തെ ജുസ്ഇൽ ആരംഭിച്ച് 17-ാമത്തെ ജുസ്ഇൽ തന്നെ ഇത് അവസാനിക്കുന്നു. 33 ഹിസ്ബ്. 33-ാമത്തെ ഹിസ്ബിലാണ് ഇതുള്ളത്. ഈ സൂറത്ത് മക്കിയാണ്. ഇതിൻ്റെ പേര് തന്നെ പ്രവാചകന്മാരെന്നാണല്ലോ, അംബിയ എന്നാണല്ലോ. 16 പ്രവാചകന്മാരെ കുറിച്ച് ഈ അധ്യായത്തിൽ പരാമർശമുണ്ട്. 16 പ്രവാചകന്മാർ: മൂസ, ഹാറൂൻ, ഇബ്രാഹിം, ഇസ്ഹാഖ്, യാക്കൂബ്, ലൂത്ത്, നൂഹ്, ദാവൂദ്, സുലൈമാൻ, അയ്യൂബ്, ഇസ്മായിൽ, ഇദ്രീസ്, ദുൽകിഫിൽ, യൂനുസ്, സക്കരിയ, യഹ്യ അലൈഹിമുസ്സലാം. ഈ 16 പ്രവാചകന്മാരെ കുറിച്ചുള്ള പരാമർശം ഈ അധ്യായത്തിലുണ്ട്. ഈ അധ്യായം അതിമനോഹരമാണ്. നമ്മൾ ഓരോ അധ്യായത്തെക്കുറിച്ചും അങ്ങനെ പറയാറുണ്ടെങ്കിൽ പോലും ഇത് വല്ലാത്ത മനോഹരമാണ്. കാരണം ഇത് നമ്മെ കൊണ്ടുപോവുകയാണ്. ഒരു യാത്രയിലാണ് നാം ഈ സൂറ വായിക്കുമ്പോൾ. കാലഘട്ടങ്ങളിലൂടെയുള്ള യാത്ര, അതും മഹാന്മാരായ 16 പ്രവാചകന്മാരിലൂടെയുള്ള യാത്ര. അത് കേവല യാത്രയല്ല. അവർ ആ സമൂഹത്തിൽ നിന്ന് അവർക്കുണ്ടായ അനുഭവങ്ങൾ, ആ അനുഭവങ്ങളെ അവർ നേരിട്ട രീതി, വളരെ സത്യസന്ധമായ വാക്കുകൾ, അങ്ങേയറ്റത്തെ സബ്ർ, ഇത് രണ്ടും കൊണ്ടാണ് അവർ തൗഹീദിൻ്റെ പതാകയുമായി അവർ നീങ്ങിയത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, സാധാരണ കഥകളല്ല, മറിച്ച് ആ പ്രവാചകന്മാരുടെ കൂടെ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് സമാധാനം ലഭിക്കുന്ന രീതിയിലുള്ളതാണ് ഈ അധ്യായം. സമാധാനം ലഭിക്കും ആ യാത്രയിലൂടെ നമ്മളിങ്ങനെ പോയാൽ. സുബ്ഹാനല്ലാഹ്. ആ യാത്രാ മാർഗം എന്ന് പറയുന്നത്, ആ യാത്രാ മാർഗം 1 സബ്റാണ്, 2 സിദ്ഖാണ്, 3-ാമത്തേത് ഇബാദത്താണ്, 4-ാമത്തേത് തൗഹീദ് പ്രബോധനമാണ്. 1-ാമത്തേത് സബ്റാണ്. ആ യാത്ര, ആ വഴി അതാണ്, സബ്റിൻ്റെ വഴിയാണ്. സിദ്ഖാണ്, സത്യസന്ധതയുടെ വഴിയാണ്. 3-ാമത്തേത് ഇബാദത്താണ്, ധാരാളം ഇബാദത്തുകൾ. 4-ാമത്തേത് തൗഹീദി പ്രബോധനത്തിലുള്ള അവരുടെ ആ സ്റ്റെബിലിറ്റിയാണ്. നിരന്തരം ഒന്നിൻ്റെ മുമ്പിലും പതറാതെയുള്ള. സുബ്ഹാനല്ലാഹ്. സത്യത്തിൽ ഈ ഞാൻ പറഞ്ഞല്ലോ, 16 പ്രവാചകന്മാരുടെ കൂടെ നമ്മൾ നടക്കുമ്പോൾ അവർ ചെയ്ത സേവനങ്ങൾ, ആ പ്രബോധകന്മാരെന്ന നിലയ്ക്ക് അവർ നിർവഹിച്ച സേവനങ്ങൾ, അവരുടെ കണ്ണുനീർ, അവരുടെ സബ്ർ, അവരുടെ ആത്മവിശ്വാസം, ഇതൊക്കെ അതിൽ കാണാൻ സാധിക്കും.
നൂഹ് അലൈഹിസ്സലാമിലൂടെ നമ്മൾ കടന്നു പോകും. 950 വർഷം പ്രബോധനം നിർവഹിച്ച നൂഹ് അലൈഹിസ്സലാമിലൂടെ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ വീരചരിത്രം ഇതിലുണ്ട്. ബിംബങ്ങളെ തച്ചുടച്ച, സത്യം സമൂഹത്തിൻ്റെ മുമ്പിൽ വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടി പ്രായോഗികമായ രീതികൾ സ്വീകരിച്ച ദാവൂദ് നബിയെക്കുറിച്ചും സുലൈമാൻ നബിയെക്കുറിച്ചുമുള്ള പരാമർശമുണ്ട്. ഉപ്പയും മകനുമാണ്. പക്ഷേ ആ ഉപ്പയും മകനും തമ്മിലുള്ള ബന്ധമല്ല ഇവിടെ. നീതിക്ക് വേണ്ടി അവർ നിലകൊണ്ടതിൻ്റെ രീതി. അയ്യൂബ് അലൈഹിസ്സലാം അനുഭവിച്ച പ്രതിസന്ധികളിൽ അദ്ദേഹം നടത്തിയ ഹൃദയസ്പർക്കായ ദുആ ഉണ്ട്. യൂനുസ് അലൈഹിസ്സലാം സമുദ്രത്തിൻ്റെ ആഴിയിൽ നിന്ന് നടത്തിയ ഒരു ഇസ്തിഗാസയുണ്ട്. ഇതൊക്കെ വല്ലാത്ത സംഭവമാണ്. സത്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ സൂറയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് വല്ലാത്ത ഒരു രോമാഞ്ചമുണ്ടാകും. വല്ലാത്ത ഒരു രോമാഞ്ചം. നോക്കൂ, ഒരു വിശ്വാസിയോട് ഈ അധ്യായം പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ എന്നാണ്. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ കടുപ്പമുള്ള മനക്കരുത്തുള്ള പ്രവാചകന്മാർ സബർ കാണിച്ചതുപോലെ നീ സബർ കാണിക്കണം. മാത്രമല്ല, കാഫിറുകളും അവിശ്വാസികളും നിഷേധികളുമൊക്കെ എത്ര വെറുത്താൽ പോലും അള്ളാഹു ഈ സത്യപ്രബോധനത്തിൻ്റെ പ്രകാശം പൂർത്തിയാക്കുക തന്നെ ചെയ്യും എന്നതാണ് ഈ അധ്യായം. ഈ അധ്യായത്തിൻ്റെ അന്തരീക്ഷം എന്ന് പറയുന്നത് മക്ക കാലഘട്ടത്തിലെ അവസാന സന്ദർഭത്തിലാണ് ഇതിറങ്ങുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹാബത്തിനും കഠിനമായ ഉപദ്രവങ്ങൾ ഉണ്ടായ ഘട്ടം, അതിശക്തമായ രൂപത്തിൽ അവർക്ക് സാമൂഹികമായ സാമ്പത്തികമായ ഉപരോധം വന്ന സന്ദർഭം. അവരെ സമ്മർദ്ദത്തിലാഴ്ത്താൻ വേണ്ടിയുള്ളതായിരുന്നു ആ ഉപരോധം. ജനങ്ങൾ അവരുമായി ഇടപഴകുന്നത് തടഞ്ഞു, വിവാഹ ബന്ധങ്ങൾ തടഞ്ഞു, വിൽക്കലും വാങ്ങലും തടഞ്ഞു. അവർക്ക് ആരെങ്കിലും വിൽക്കാനോ അവരോട് ആരെങ്കിലും എന്തെങ്കിലും വാങ്ങാനോ പാടില്ലായിരുന്നു. അതിമോശമായ രൂപത്തിൽ പ്രബോധനത്തെ പരിഹസിച്ചു. വളരെ മോശമായ രൂപത്തിൽ അസാതീറുൽ അവ്വലീൻ എന്നാണ് പറഞ്ഞത്. ഐതിഹ്യം എന്ന് പറഞ്ഞു, പൂർവികരുടെ ഐതിഹ്യമാണ് ഇത് എന്ന് പറഞ്ഞ് ഖുർആനെ കളവാക്കി. പുനരുജ്ജീവിതത്തെ, ബഅസിനെ അവർ പരിഹസിച്ചു, നുബുവത്തിനെ പരിഹസിച്ചു, മുഅ്ജിസത്തിനെ പരിഹസിച്ചു. വല്ലാത്ത കടുപ്പമുള്ള അവസ്ഥ. അവസാനം ഇവരിൽപ്പെട്ട പ്രമുഖർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ പോലും ഗൂഢാലോചന നടത്തി. അത്രയും ആ ഘട്ടം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരവസരത്തിലല്ല, പല അവസരത്തിലും അവർ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു, മുഹമ്മദേ, എവിടെയാണ് നിന്റെ ശിക്ഷ? വേഗം വരട്ടെ എന്ന്. അപ്പോഴാണ് സത്യത്തിൽ ഈ അധ്യായത്തിലെ 1-ാമത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് ബോധ്യമാകും. വേഗത്തിൽ വരട്ടെ എന്ന് പറഞ്ഞതിന് മറുപടി വന്നു, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. സുബ്ഹാനല്ലാഹ്, ജനങ്ങൾക്കിതാ അവരുടെ വിചാരണ, ഹിസാബ് ആസന്നമായിരിക്കുകയാണ്, അവരാകട്ടെ അശ്രദ്ധയിലാണ്. ഈ പ്രവാചകന്മാരുടെ ചരിത്രം യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് സുവിശേഷമാണ്, കാഫിറുകൾക്ക് ഒരു ഭീഷണിയാണ്. വിശ്വാസികളുടെ ഹൃദയത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും ഹൃദയത്തിൽ വല്ലാത്ത സബറും സബാത്തും ഉണ്ടാക്കി ഈ അധ്യായം. വല്ലാത്ത സബറും സബാത്തും. സബർ എന്ന് പറഞ്ഞാൽ ക്ഷമയാണ്, സബാത്ത് എന്ന് പറഞ്ഞാൽ സ്ഥൈര്യമാണ്. നോക്കൂ, എങ്ങനെയാണ് പ്രവാചകന്മാർ സബർ കാണിച്ചത്, എങ്ങനെയായിരുന്നു അവർക്ക് അവസാനം അവർക്ക് വിജയമുണ്ടായത്, എങ്ങനെയായിരുന്നു എന്നിങ്ങനെ പറയാം. മനസ്സിലായില്ലേ? അതൊരു വല്ലാത്ത സംഭവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രവാചകന്മാരെ കുറിച്ച്, 16 പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് തൗഖീഫിയായി ഈ അധ്യായത്തിന് അള്ളാഹുവിൽ നിന്ന് വന്ന പേരാണ് അൽ അംബിയ എന്ന്. അവരുടെ ജിഹാദ്, അവരുടെ സബർ, അവർ കാണിച്ച തദ്ഹിയത്ത്, അവർ ദഅവത്തിന്റെ മാർഗത്തിൽ അവർ നടത്തിയ ശ്രമങ്ങൾ, ഇതൊക്കെ സുബ്ഹാനല്ലാഹ്. ചില പണ്ഡിതന്മാർ ഇതിന് സൂറത്ത് ദിക്ർ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ
അധ്യായത്തിൽ ദിക്ർ എന്ന കലിമത്ത് വാക്ക് ധാരാളമായി വന്നിട്ടുണ്ട്. 2-ാമത്തെ വചനം മാ യതീഹിം മിൻ ദിക്രിൻ മിർ റബ്ബിഹിം മുഹ്ദസിൻ ദിക്ർ വന്നു. 50-ാമത്തെ വചനത്തിൽ വഹാദാ ദിക്റും മുബാറകുൻ അൻസൽനാഹു പറഞ്ഞു. 10-ാമത്തെ വചനം ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബൻ ഫീഹി ദിക്റുക്കും പറഞ്ഞു. 105-ാമത്തെ വചനം വലഖദ് കതബ്നാ ഫിസ്സബൂരി മിൻ ബഅദി ദിക്ർ. അപ്പൊ സൂറത്തു ദിക്ർ എന്ന് പറഞ്ഞു. ദിക്ർ ധാരാളം ദിക്ർ എന്ന് പറഞ്ഞു. കാരണം ഇത് ആവർത്തിച്ചു വന്നത് എന്തിനാന്ന് വെച്ചാൽ എല്ലാ അമ്പിയാക്കന്മാരുടെയും ദൗത്യത്തിൻ്റെ ഒരു അമൂല്യമായ ഒരു വശമായിരുന്നു ദിക്ർ എന്നത്. എല്ലാ പ്രവാചകന്മാരുടെയും റിസാലത്തൊന്നാണ് എന്ന് വ്യക്തമാക്കാനാണ് അങ്ങനെ പറഞ്ഞത്. ഈ സൂറത്തും ഇതിൻ്റെ മുമ്പുള്ള സൂറത്തും ഇതിൻ്റെ ആദ്യവും അവസാനവും ഒക്കെ തമ്മിലുള്ള വല്ലാത്ത പാരസ്പര്യം നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ, ഇതിൻ്റെ ആദ്യവും അവസാനവും തമ്മിലുള്ള ബന്ധം. ഈ സൂറത്ത് ആരംഭിക്കുന്നത് ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗഫ്ലത്തിൽ, വല്ലാത്ത ഒരു ഗഫ്ലത്തിലാണ് സമൂഹം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവസാനിക്കുന്നതാകട്ടെ ആ ഗഫ്ലത്തിൽ കഴിഞ്ഞുകൂടിയ ദീനിനെ കളവാക്കിയ സമൂഹത്തിനുള്ള അവർക്കുള്ള ഫലം എന്തായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സൂറത്തിലെ 98-ാമത്തെ വചനം ഇന്നക്കും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഹസബു ജഹന്നം അൻതും ലഹാ വാരിദൂൻ. നിങ്ങളും അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിച്ചിരുന്ന വസ്തുക്കളുമൊക്കെ നരകത്തിൻ്റെ ഇന്ധനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതേ സ്ഥലത്ത് കൂട്ടച്ചേർത്ത് പറഞ്ഞു എന്ത്? ഗഫ്ലത്തിലേക്ക് പോകാത്ത സമൂഹത്തിന്റെ അവസ്ഥ. 101-ാമത്തെ വചനം ഇന്നല്ലദീന സബഖത് ലഹും മിന്നൽ ഹുസ്ന ഉലൈക അൻഹാ മുബഅദൂൻ. അവര് ആ നരകത്തിൽ നിന്ന് അതിവിദൂരമായിരിക്കും എന്ന്. സുബ്ഹാനല്ലാഹ്. ഇതിൻ്റെ ഈ സൂറത്തിൻ്റെ ആരംഭവും കഴിഞ്ഞ സൂറത്തായ താഹയുടെ അവസാനവും തമ്മിൽ ഒരു വല്ലാത്ത പാരസ്പര്യമുണ്ട്. അത് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. നോക്കൂ, താഹയിലെ 131-ാമത്തെ വചനം വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും സഹ്റത്തൽ ഹയാത്തി ദുനിയ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാചകമാണ്. അഥവാ ദുനിയാവിൻ്റെ വിഭവങ്ങളിൽ കണ്ണ് നട്ട് നിങ്ങൾ അതിൽ വഞ്ചിതരാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്ന, അത് നുണഞ്ഞിരിക്കുന്ന ആളുകളാകരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് താഹ അവസാനിക്കുന്നത്. അംബിയാ തുടങ്ങുന്നത് നിങ്ങൾ ഈ തരത്തിൽ ദുനിയാവിന് വശംവദരായാൽ നിങ്ങൾ ഗഫ്ലത്തിലേക്ക് പോകും. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. സത്യത്തിൽ നമ്മൾ ഗഫ്ലത്തിലേക്ക് പോകുന്നത് അപ്പോഴാണല്ലോ. ദുനിയാവുമായുള്ള ഒരു വല്ലാത്ത ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ്. അത് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അത് ഈ സൂറ ആരംഭിക്കുന്നത്. അപ്പോൾ സൂറത്ത് താഹയുടെ അവസാനവും ഈ സൂറത്തിൻ്റെ ആരംഭവും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്നാണ് പറഞ്ഞു വന്നത്. നോക്കൂ, ഇനി നമ്മൾ ഈ സൂറത്ത് കൈകാര്യം ചെയ്ത വിഷയങ്ങൾ പ്രധാനമായും ഇസ്ലാമികമായ അഖീദയാണ്. അഖീദയിലെ ഏറ്റവും പ്രധാനമായ അടിസ്ഥാന കാര്യങ്ങളായ റിസാലത്ത്, അതുപോലെ അള്ളാഹുവിൻ്റെ തൗഹീദ് വഹ്ദാനിയത്ത്, അതുപോലെ ബഅസ് പുനർജീവിതം, അതുപോലെ ജസാ അഥവാ മരിച്ചു കഴിഞ്ഞ ശേഷമുള്ള ജീവിതത്തിലെ പ്രതിഫലവും രക്ഷയും ശിക്ഷയും. ഈ 4 പ്രധാന വിഷയങ്ങൾ ഇസ്ലാമിക അഖീദയുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങൾ. അതാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം. അന്ത്യസമയത്തെക്കുറിച്ചും അതിലുള്ള അവസ്ഥകളെക്കുറിച്ചും അന്ത്യസമയത്തിൻ്റെ ഭയാനകതകളെക്കുറിച്ചും പ്രവാചകന്മാരുടെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതാണ് സ്ഥാപിക്കുന്നത്. അത് നമ്മൾ പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ സൂറത്ത് ആരംഭിക്കുന്നത് നമ്മൾ പറഞ്ഞുവല്ലോ, മനുഷ്യരുടെ അശ്രദ്ധയെക്കുറിച്ചും ആ അശ്രദ്ധ കാരണമായി അള്ളാഹുവിനെയും ഹിസാബിനെയും ഒക്കെ കളവാക്കുന്ന ഒരു വിഭാഗത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ടാണ്.
1 മുതൽ 15 വരെയുള്ള വചനങ്ങൾ ആ വിഷയമാണ് സംസാരിക്കുന്നത്. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും തുടങ്ങി 15-ാമത്തെ വചനമായ ഫമാ സാലത് തിൽക ദഅവാഹും ഹത്താ ജഅൽനാഹും ഹസീദൻ ഖാമിദീൻ, അവിടെ അത് അവസാനിക്കുന്നത്. 2-ാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിൻ്റെ ഏകത്വത്തെക്കുറിച്ചുള്ള തെളിവുകൾ സ്ഥാപിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ. അതോടൊപ്പം വ്യത്യസ്തമായ ഇലാഹുകളുണ്ട് എന്ന ഇലാഹുകളുടെ അർത്ഥശൂന്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. അതാണ് 16-ാമത്തെ വചനം മുതൽ വമാ ഖലഖന സ്സമാഅ വൽ അർദ വമാ ബൈനഹുമാ ലാഇബീൻ എന്ന് പറഞ്ഞുകൊണ്ട് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് അത് ഒരു വെറുതെ സൃഷ്ടിച്ചതല്ല, കളി തമാശയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ആ ഭാഗം അവസാനിക്കുന്നത് 24-ാമത്തെ വചനത്തിലാണ്. ബൽ അക്സറുഹും ലാ യഅലമൂനൽ ഹഖ്ഖ ഫഹും മുഅ്രിദൂൻ, പക്ഷേ ഭൂരിപക്ഷവും സത്യം എന്താണെന്ന് അറിയുന്നില്ല, അവര് സത്യത്തെ അവഗണിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. 3-ാമത്തെ ഭാഗം എല്ലാ പ്രവാചകന്മാരുടെയും ദഅവത്ത് ഒന്നാണ്. അതെന്താ? അത് തൗഹീദിനെ ബയാൻ ചെയ്യുക, തൗഹീദിനെ വിശദീകരിക്കുക എന്നതാണ്. എന്ന് പറഞ്ഞ ശേഷം അതൊരു അടിസ്ഥാനപരമായി പറയാണ് വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. അതാണ് 25-ാമത്തെ വചനം. എല്ലാ പ്രവാചകന്മാരെയും നാം അയച്ചിട്ടുള്ളത് തൗഹീദ് അഥവാ ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ, ഞാൻ മാത്രമാണ് ഇലാഹ്, എന്നെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്ന തൗഹീദ് പറഞ്ഞിട്ട് ആ തൗഹീദിനുള്ള ഒരുപാട് തെളിവുകൾ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ കുറിച്ച്, കഴിവിനെ കുറിച്ച്, അള്ളാഹുവിൻ്റെ ശക്തിയെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിനെ കുറിച്ച്, ഈ പ്രപഞ്ചത്തിലുള്ള മഹാ അത്ഭുതങ്ങളെക്കുറിച്ച് അതിലൂടെ തൗഹീദ് ശക്തമായി പഠിപ്പിക്കുകയാണ്. അതാണ്. എന്നിട്ട് അത് അവസാനിപ്പിക്കുന്നത് വഹാദാ 50-ാമത്തെ വചനമാണ്. വഹാദാ ദിക്റും മുബാറകുൻ അൻസൽനാഹു അഫഅൻതും ലഹു മുൻകിറൂൻ. ഇതാണ് മുബാറക്കായ ദിക്ർ, മുബാറക്കായ ബർക്കത്താക്കപ്പെട്ട ദിക്റാണ് ഇത്. അങ്ങേക്ക് അവതരിച്ച റസൂലിനോട് പറയാം, എന്തേ ഈ കൂട്ടരതിനെ നിങ്ങൾ എന്തുകൊണ്ട് നിഷേധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 50-ാമത്തെ വചനത്തിലാണ് ആ ഭാഗം അവസാനിക്കുന്നത്. 4-ാമത്തെ കാര്യം നോക്കൂ, തൗഹീദിനും നുബുവത്തിനുമുള്ള ധാരാളം തെളിവുകൾ ഉദ്ധരിച്ച ശേഷം തുടർന്ന് പ്രവാചകന്മാരുടെ കഥകളാണ്. പ്രവാചകന്മാരുടെ കഥകളിൽ അവരനുഭവിച്ച പരീക്ഷണങ്ങൾ. അതെന്തിനാ പറയണതെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ്. മുൻ കഴിഞ്ഞുപോയ പ്രവാചകന്മാർ അവര് പരീക്ഷണങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, പക്ഷേ അവർ സബർ കാണിച്ചു, സിദ്ഖ് കാണിച്ചു, അതുകൊണ്ട് തന്നെ അവർക്കതിൻ്റെ ഫലമുണ്ടായി എന്ന് പറയാനാണ്. അത് തുടങ്ങുന്നത് ഇബ്രാഹിം നബിയുടെ കഥയിലൂടെയാണ്. ഇബ്രാഹിം, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 16 പ്രവാചകന്മാരുടെ കഥ പറയുന്നുണ്ട്. 51-ാമത്തെ വചനം ആരംഭിക്കുന്നത് വലഖദ് ആതൈനാ ഇബ്രാഹിമ റുശ്ദഹു മിൻ ഖബ്ലു വകുന്നാ ബിഹി ആലിമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് അവസാനിക്കുന്നത് 82-ാമത്തെ വചനത്തിലാണ്. പിന്നീട് ഈ അതിനുശേഷം പ്രവാചകന്മാരുടെ അത്തരം കഥകൾ പറഞ്ഞ ശേഷം പിന്നീട് അയ്യൂബ് നബിയും യൂനുസ് നബിയും സക്കരിയ അലൈഹിസ്സലാമും ഇവര് അനുഭവിച്ച ജീവിത പരീക്ഷണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതുപോലെ മുസ്ലിം ഉമ്മത്തിന് തന്നെയും സബർ എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിക്കുകയാണ്. അത് 83-ാമത്തെ വചനത്തിൽ തുടങ്ങുകയാണ് അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയ ദുർറു വഅൻത അർഹമുർ റഹീമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അത് അവസാനിപ്പിക്കുന്നത് അവസാനത്തെ വചനമായ ഖാല റബ്ബിഹ്കും ബിൽ ഹഖ് വറബ്ബുനർ റഹ്മാനുൽ മുസ്തആനു അലാ മാ തസിഫൂൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിക്കുന്നത്. ഇങ്ങനെയുള്ള 5 പാർട്ടുകളാണ് ഈ അധ്യായം എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ പുറത്ത് ഇങ്ങനെ നിന്ന് നോക്കിയതാട്ടോ, നിങ്ങളിപ്പോൾ പുറത്ത് നിന്നേ നോക്കിയിട്ടുള്ളൂ. ഇനി നമുക്ക് എൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം. നമ്മൾ പറഞ്ഞല്ലോ ഈ അമ്പിയാക്കന്മാർ, ഈ പ്രവാചകന്മാരെന്ന് പറഞ്ഞ ഈ അധ്യായത്തിൻ്റെ ഏറ്റവും പരമമായ പ്രതിപാദ്യ വിഷയം അമ്പിയാക്കന്മാർ തൗഹീദ് പ്രബോധനത്തിന് വേണ്ടി അനുഷ്ഠിച്ച പരിശ്രമങ്ങളാണ്, അവർ ചെയ്ത പരിശ്രമങ്ങൾ. അതുപോലെ തന്നെ അവർ കാണിച്ച സബർ, അവർ കാണിച്ച സിദ്ഖ്, അവർ കാണിച്ച ഹിക്മത്ത്,
ഇതൊക്കെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത് നമുക്കിങ്ങനെ അത് പരിശോധിച്ചാൽ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. അതിൽ ഒന്നാമത്തെ ഭാഗത്തിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഒന്നാമത്തെ വചനം തന്നെയാണ് ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ പറഞ്ഞല്ലോ, ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞത് 1 മുതൽ 15 വരെയുള്ള വചനങ്ങളാണ്. അതിൽ ഒന്നാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സത്യനിഷേധികൾ അവര് കാണിക്കുന്ന അശ്രദ്ധ, അവര് യൗമുൽ ഹിസാബിനെ പറ്റി, വിചാരണ ദിവസത്തെക്കുറിച്ചുള്ള അവരുടെ അശ്രദ്ധ, അതാണ് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത് അതിൽ പറയുന്നത് പ്രവാചകന്മാരുടെ രീതിയെക്കുറിച്ച് പറയുന്നുണ്ട്. എല്ലാ പ്രവാചകന്മാരും അള്ളാഹുവിൽ നിന്ന് വഹി കിട്ടിയവരാണ്. വമാ അർസൽനാ ഖബ്ലക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം, അതാണ് എല്ലാ പ്രവാചകന്മാരും വഹി കിട്ടിയവരാണ്. ഫസ്അലു അഹ്ലദ്ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പ്രവാചകന്മാരുടെ കഥ അറിയുന്നവരോട് നിങ്ങൾ ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്. അതുപോലെ പ്രവാചകന്മാരുടെ സ്വഭാവ രീതി എന്താണെന്ന് പറയുന്നുണ്ട്. വമാ ജഅൽനാഹും ജസദൻ ലാ യഅകുലൂന അത്ത്അമ വമാ കാനൂ ഖാലിദീൻ, ഭക്ഷണം കഴിക്കാത്ത ശരീരങ്ങളല്ല പ്രവാചകന്മാർ. അത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അവർ ഭക്ഷണം കഴിച്ചിരുന്നു, കാരണം അവർ മഖ്ലൂഖുകളാണ്, സൃഷ്ടികളാണ്. പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അവർ ഭക്ഷണം കഴിക്കും. അതുപോലെ തന്നെ വമാ കാനൂ ഖാലിദീൻ, അവർ ഖാലിദുകളല്ല. നിത്യം ഇവിടെ ഉണ്ടാവില്ല. ആ പ്രവാചകന്മാരെന്താണ് എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനെ കളവാക്കിയ, അക്രമം ചെയ്ത സമൂഹത്തിന്റെ നാശത്തെക്കുറിച്ച് പറയുന്നുണ്ട് 11-ാമത്തെ വചനം. വകം ഖസംനാ മിൻ ഖർയത്തിൻ കാനത് ളാലിമതൻ വഅൻശഅനാ ബഅദഹാ ഖൗമൻ ആഖരീൻ, ളാലിമത്തുകളായ, അക്രമികളായ എത്രയെത്ര സമൂഹത്തെയാണ് നാം നശിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗം ഭയങ്കര രസമാണ്. ആ ഭാഗം ആ നശിപ്പിച്ചത് പറയുമ്പോൾ ഫലമ്മാ അഹസ്സു ബഅസനാ ഇദാഹും മിൻഹാ യർകുദൂൻ, നമ്മുടെ ശിക്ഷ വരുമെന്ന് തോന്നിയപ്പോൾ, ബോധ്യമായപ്പോൾ അവർ ഓടാൻ തുടങ്ങി. പക്ഷെ ഓടിയിട്ട് കാര്യമില്ലല്ലോ. ലാ തർകുദൂ, അവരോട് പറയുന്നുണ്ട് ഓടണ്ട. പക്ഷെ ഓടുമ്പോൾ അവർ പറയുന്നുണ്ട് യാ വൈലനാ ഇന്നാ കുന്നാ ളാലിമീൻ, അത് ശരിക്കും വല്ലാത്ത നഷ്ടം ഞങ്ങൾക്ക് പറ്റിയല്ലോ, ഞങ്ങൾ അക്രമികളാണല്ലോ. ഇതാണ് ആ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഭാഗം പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഭാഗമാണ്. പ്രപഞ്ചത്തെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് സത്യമാണ്. പ്രപഞ്ചം അത് തമാശയ്ക്ക് വേണ്ടിയല്ല, കളിക്ക് വേണ്ടിയല്ല, വിനോദത്തിന് വേണ്ടിയല്ല. കൃത്യമായ ഹിക്മത്തുണ്ട്. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചതിലും അതിലുള്ള ഓരോ വസ്തുക്കളുടെ സൃഷ്ടിപ്പിലും കൃത്യമായ ഒരു ഹിക്മത്തുണ്ട്. അത് വളരെ കൃത്യമായി പറയുകയാണ്. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇബാദത്തിന് വേണ്ടിയാണ്. ഇബാദത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നർത്ഥം. മനസ്സിലായില്ലേ? അതിനൊരുപാട് തെളിവുകൾ ഉദ്ധരിക്കുന്നുണ്ട്. ഈ തെളിവുകളിൽപ്പെട്ട ഏറ്റവും പ്രധാനമായ ഒരു വാക്ക് പറഞ്ഞുകൊണ്ടാണ് 16-ാമത്തെ വചനം ആരംഭിക്കുന്നത്. വമാ ഖലഖനസ് സമാഅ വൽ അർദ വമാ ബൈനഹുമാ ലഅബീൻ, ആകാശങ്ങളെയും ഭൂമിയെയും അവക്കിടയിലുള്ളതിനെയും സൃഷ്ടിച്ചത് കളിതമാശയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അഥവാ ആരും വിചാരിക്കരുത് അള്ളാഹ് ഒരു തമാശക്കാണ് ഇതൊക്കെ സൃഷ്ടിച്ചതല്ല. പ്രപഞ്ചത്തിലെ ഓരോ സാധനവും, നിസ്സാരമായ സാധനങ്ങൾ പോലും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് കൃത്യമായ ഒരു ഹിക്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് പറയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് അമിത്തഖദു ആലിഹതൻ മിനൽ അർദി ഹും യുൻഷിറൂൻ ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹ ലഫസദതാ. ഭയങ്കര ഒരു വാക്കാണത്. ആകാശഭൂമിയിൽ അള്ളാഹു അല്ലാത്ത ഇലാഹുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ലഫസദതാ, രണ്ടും നശിക്കുക തന്നെ ചെയ്യും. കാരണം എന്താ? ഈ ഇലാഹുകൾ തമ്മിലുള്ള ഫലപ്രയോഗം നടക്കും. അപ്പൊ അതില്ല. ഫസുബ്ഹാനല്ലാഹ് റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ, ഈ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നിന്നൊക്കെ അള്ളാഹു സുരക്ഷിതനാണ്, അള്ളാഹു റബ്ബുൽ അർഷാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ബഅസിനെ കുറിച്ച് പറയുന്നു, ഖുദ്റത്തിനെ, അള്ളാഹു പുനരുജ്ജീവിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നു, ഒരുമിച്ച് കൂട്ടുന്നതിനെ കുറിച്ച് പറയുന്നു. ഇതൊക്കെ ഭയങ്കര മനോഹരമായി പറഞ്ഞ ശേഷം
വളരെ വ്യവസ്ഥാപിതമായി ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നു. 30-ാമത്തെ വചനം, അവലം യറല്ലദീന കഫറു അന്നസ്സമാവാതി വൽ അർദ കാനതാ റതഖൻ, ആകാശങ്ങളും ഭൂമിയും ഇങ്ങനെ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒന്നായിരുന്നു. ഫഫതഖ്നാഹുമാ, ഒരുപാട് ആശയമുണ്ട് ഇതിന്, ഒരുപാട് ആശയം. ഫഫതഖ്നാഹുമാ, അത് രണ്ടിനെയും വേർപ്പെടുത്തി. വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹൈ അഫലാ യുഅ്മിനൂൻ, എല്ലാ ജീവനുള്ള വസ്തുക്കളുടെയും അടിസ്ഥാനം വെള്ളമാണ്, ചിന്തിക്കുന്നില്ലേ, വിശ്വസിക്കുന്നില്ലേ എന്ന് പറഞ്ഞു. അള്ളാഹ് ആകാശഭൂമികൾ സൃഷ്ടിച്ചതിൻ്റെ രൂപവും രീതിയും അതൊരു വലിയ അള്ളാഹുവിൻ്റെ ഖുദ്റത്തായി പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആകാശത്തെക്കുറിച്ച് പറയുന്നു, വജഅൽന സ്സമാഅ സഖ്ഫൻ മഹ്ഫൂദൻ വഹും അൻ ആയാതിഹാ മുഅ്രിദൂൻ. ആകാശം എന്ന് പറഞ്ഞാൽ സഖ്ഫുൻ മഹ്ഫൂദാണ്, നമുക്ക് നല്ല പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു മേൽപ്പുര പോലെയാണിത്. മേൽപ്പുരയാണ്, വലയല്ല, മേൽപ്പുരയാണ്. പിന്നെ രാപ്പകലുകളെ കുറിച്ച് പറയുന്നു, വഹുവല്ലദീ ഖലഖൽ ലൈല വന്നഹാറ വശംസ വൽ ഖമർ. 33-ാമത്തെ വചനം, കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. എന്ത് രസാണ്! രാവിനെ കുറിച്ച്, പകലിനെ കുറിച്ച്, ചന്ദ്രനെ കുറിച്ച്, സൂര്യനെ കുറിച്ച്, ഇതൊക്കെ അവയുടെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ആരാ നമ്മൾ മനസ്സിലാക്കേണ്ട സ്ഥലം വരെ വളരെ ഗൗരവമുള്ളൊരു സംഗതിയാണ്. 1500 വർഷങ്ങൾക്കും മനുഷ്യൻ ഇത്തരത്തിലുള്ള ചിന്തകളെക്കുറിച്ചോ ശാസ്ത്ര നിരീക്ഷണങ്ങളെക്കുറിച്ചോ ഒക്കെ പറയുന്നതിന് മുമ്പാണ് ഖുർആൻ അത് പറയുന്നത്. എത്ര കൃത്യമായാണ് ഒരു തരത്തിലുള്ള വ്യവസ്ഥയും തെറ്റാത്ത രീതിയിൽ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നക്ഷത്രങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്. അങ്ങനെ ഭയങ്കര രസമുള്ള വാചകങ്ങളാണ്. അങ്ങനെ പറഞ്ഞിട്ട് അവസാനം ചോദിക്കുന്നുണ്ട് അള്ളാഹു, 42-ാമത്തെ വചനം, ഖുൽ മൻ യഖ്ലഉകും ബില്ലൈലി വന്നഹാരി മിനർ റഹ്മാൻ. ആരാണ് റഹ്മാൻ അല്ലാതെ രാപ്പകൽ നിങ്ങൾക്ക് തിന്നാൻ തരുന്നത് ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഭയങ്കര അള്ളാഹുവിൻ്റെ ഈ ശക്തിയെക്കുറിച്ചുള്ള ഭയങ്കരമായ സംസാരം. അതാണ് 2-ാമത്തെ ഭാഗം. 3-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ കഥയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിൽ ചില സ്ഥലത്ത് ചുരുക്കി പറയുന്നുണ്ട്, ചില സ്ഥലത്ത് വിശദീകരിച്ച് പറയുന്നുണ്ട്. മൂസ, ഹാറൂൻ, ഇബ്രാഹിം, ലൂത്ത്, ഇസ്ഹാഖ്, യാക്കൂബ്, നൂഹ്, അയ്യൂബ് അലൈഹിസ്സലാം, അതുപോലെ ദാവൂദ്, സുലൈമാൻ, ഇസ്മായിൽ, ഇദ്രി, യൂനുസ്, സക്കരിയ അലൈഹിസ്സലാം, ഇവരുടെയൊക്കെ കഥ. 4-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് അത് ഇനി അവസാനിക്കുകയാണ് ഈ അധ്യായം. അപ്പോൾ അവസാനിക്കുമ്പോൾ സത്യത്തിൽ ഖിയാമത്ത് നാളിൽ മനുഷ്യൻ അനുഭവിക്കുന്ന അവസ്ഥകൾ, ഖിയാമത്ത് നാൾ പറഞ്ഞു തുടങ്ങുന്നത് 96-ാമത്തെ വചനം, ഹത്താ ഇദാ ഫുതിഹത് യജൂജു വമഅജൂജു വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ. യജൂജിൻ്റെയും മഅജൂജിൻ്റെയും ആഗമനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്നിട്ട് ഈ ഇതിനെക്കുറിച്ച് എപ്പോഴാണ് അയ്യാന മുർസാഹ എന്ന് ചോദിച്ചിരുന്നല്ലേ, എപ്പോഴാണ് നിങ്ങൾ ഖിയാമത്ത് വരാമെന്ന് ചോദിച്ചവർ വളരെ കൃത്യമായി അള്ളാഹു ഒരു വാക്കുകൊണ്ട് വല്ലാതെ അവിടെ ഓർക്കുന്നുണ്ട്. വഖ്തറബൽ വഅദുൽ ഹഖ്, അള്ളാഹുവിൻ്റെ യഥാർത്ഥ വഅദ് ഇദാ അടുത്തു. ഫഇദാ ഹിയ ഷാഖിസത്തുൻ അബ്സാറുൽ ലദീന കഫറു. ആ സമയത്ത് കാഫറുകളുടെ കണ്ണുകൾ ഇങ്ങനെ ഷാഖിസത്തായിരിക്കും, ഭയങ്കരമായിട്ട് പേടിച്ചിട്ട്. അതുകൊണ്ട് അവർ പറയും, യാ വൈലനാ ഖദ് കുന്നാ ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, ഞങ്ങളുടെ നാശമേ, ഞങ്ങൾ ഇതിനെക്കുറിച്ച് അശ്രദ്ധയിലായിരുന്നുവല്ലോ. ബൽ കുന്നാ ളാലിമീൻ, അല്ല, ഞങ്ങൾ അക്രമം ചെയ്തവരായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തുടങ്ങുകയാണ് 97-ാമത്തെ വചനം മുതൽ. എന്നിട്ട് പിന്നെ വിശ്വാസികൾക്ക് സ്വർഗത്തിലുള്ള സൗകര്യത്തെക്കുറിച്ച്, സുഖത്തെക്കുറിച്ച് 101-ാമത്തെ വചനം പറയുന്നുണ്ട്. ഇന്നല്ലദീന സബഖത് ലഹും മിന്നൽ ഹുസ്ന ഉലൈക അൻഹാ മുബഅദൂൻ. പിന്നെ ആ അന്ന് നടക്കുന്ന ഒരു വലിയ സംഭവം പറയുന്നുണ്ട്. 104-ാമത്തെ വചനം, യൗമ നത്വി സ്സമാഅ കതയ്യി സിജില്ലി ലിൽ കുതുബ്. നമ്മൾ പുസ്തകങ്ങളിലുള്ള കടലാസുകൾ ചുരുട്ടിക്കൂട്ടുന്നത് പോലെ അള്ളാഹ് പറയാം, നാം ആകാശത്തെ ചുരുട്ടിക്കൂട്ടുന്ന ദിവസം. ഭയങ്കരമായ ദിവസം, ഭയങ്കരമായ ദിവസം. ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്, ഇത് വലഖദ് കതബ്നാ ഫി സബൂരി മിൻ ബഅദി ദിക്ർ അന്നൽ അർദ യരിസുഹാ മിൻ ഇബാദിയസ് സാലിഹൂൻ. സബൂറിലും ഇത് പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂമി എന്ന് പറഞ്ഞാൽ അക്രമികൾക്കുള്ളതല്ല, നല്ല മനുഷ്യന്മാർക്കുള്ളതാണ് ഭൂമി. ഇന്ന ഫീ ഹാദാ ലബലാഗൻ ലിഖൗമിൻ ആബിദീൻ. ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്നവർക്ക് ഇതിൽ വലിയ പാഠമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില വാക്കുകൾ പറഞ്ഞു
പറഞ്ഞുകൊണ്ടാണ് അധ്യായം അവസാനിക്കുന്നത്. ആ വാക്ക് 107-ാമത്തെ വചനത്തിൽ തുടങ്ങുകയാണ്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ആ വചനമുള്ളത് ഈ അധ്യായത്തിലാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ. നബിയെ, നിങ്ങൾ ബേജാറാകരുത്, പേടിക്കരുത്, അങ്ങ് ലോകത്തിനുള്ള കാരുണ്യമായാണ് അങ്ങയെ അയച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും അവസാനത്തെ 112-ാമത്തെ വചനം ദുആ ആണ്. റബ്ബിഹ്കും ബിൽ ഹഖ് വറബ്ബുന റഹ്മാനുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. ഇതാണ് ഈ സൂറയുടെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്. നമുക്ക് ഒന്നുകൂടി ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.